വെൽക്കം ബാക്ക് ടു ശോഭ ടൈലേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മഞ്ജു വാര്യർ ഇൻസ്പയർഡ് കുർത്തിയാണ്. അപ്പോൾ ഇത് കുർത്തി വിത്ത് ഷ്രഗ് ഡിസൈൻ ആണ്. സോ നമ്മൾ ഇത് രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുർത്തി ഡിസൈൻ ആണ്. ബോട്ട്ന കുർത്തി, സ്ലീവ്ലെസ് ബോട്ട്ന കുർത്തിയാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 മീറ്റർ ഫാബ്രിക് ആണ്. സോ നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫാബ്രിക് എടുത്തൊന്ന് നിവർത്തിയിടുക. നിവർത്തി ഇട്ടതിന് ശേഷം ഇനി നമ്മൾ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യണം. അപ്പൊ ആദ്യമേ നമ്മുടെ ഏറ്റവും വലിയ മെഷർമെന്റ് ഹിപ്പ് മെഷർമെന്റ് ആണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് 9.4 വരും. 9.4 പ്ലസ് 2 ഇഞ്ചും കൂടെ ആകുമ്പോഴത്തേക്കിനും 11.4 ഞാൻ ദേ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാ വശവും പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുക. നമ്മുടെ ടോട്ടൽ ലെങ്ത് 41 ആണ്. സോ 41 കൂടി 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പം 42.5 ആണ് വരുന്നത്. അപ്പം 42 നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നമ്മൾ ഇതുപോലെ വിഡ്ത് വൈസ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഫാബ്രിക് എക്സസ് വരുന്നുണ്ട്, അതേപോലെ ഈ ഭാഗത്തും ഫാബ്രിക് എക്സസ് വരുന്നുണ്ട്. സോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ മെഷർമെന്റ് ആണ്. അപ്പൊ എന്റെ മെഷർമെന്റിൽ ഷോൾഡർ വന്നിരിക്കുന്ന 14 ഇഞ്ചാണ്. സോ അതിന്റെ പകുതി 7 ഇഞ്ച് എടുത്ത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്ത് 7.25 മാർക്ക് ചെയ്യുക. ഇനി അതിനുശേഷം ആം ഹോൾ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ഷോൾഡർ മെഷർമെന്റ് തന്നെയാണ് ആം ഹോൾ മെഷർമെന്റ് ആയിട്ട് എടുക്കുന്നത്. സോ 7 ഇഞ്ചാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇത് സ്ലീവ്ലെസ് കുർത്തിയാണ് തയ്ക്കുന്നത്. സോ ഞാൻ ഒരു 1/2 ഇഞ്ച് കുറച്ച് 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം ആം ഹോൾ ഒരുപാട് ഇറങ്ങാതിരിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് 6.5 ഇഞ്ച് എടുത്തു. ശേഷം ഇവിടെ നിന്നും നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ഇങ്ങോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുത്തു. പിന്നെ ബെസ്റ്റ് മെഷർമെന്റ് നമ്മൾ ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇത് സ്ലീവ്ലെസ് കുർത്തി ആയതുകൊണ്ട് തന്നെ അത് അവിടെ നിന്നും ബെസ്റ്റ് മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്താൽ ഈ ആം ഹോള് കുറച്ച് വലിപ്പം കൂടി വരും. സോ നമ്മൾ മേളിൽ നിന്നും ഒരു 10 ഇഞ്ച് താഴെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഈ ലൈനിൽ വേണം നമ്മൾ ബേസ്റ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്യാനായിട്ട്. എന്റെ അളവില് ബേസ്റ്റ് മെഷർമെന്റ് 34.5 ഇഞ്ചാണ്. അപ്പോൾ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.6 വരും. പ്ലസ് ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 9.1 വരും. സോ 9.1 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ 9.1 മാർക്ക് ചെയ്തു. അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ഈ ആം ഹോൾ പോർഷന്റെ അവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 9.1 നിന്നും 1/4 ഇഞ്ച് കുറയ്ക്കുമ്പം 8.8 വരും. സോ അത് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് മെഷർമെന്റ് ആണ്. സോ വേസ്റ്റ് പോയിന്റ് ഫസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് പോയിന്റ് നമ്മൾ ഷോൾഡറിന്റെ അവിടെ നിന്നും താഴേക്ക് ഒരു 14 ഇഞ്ച് താഴ്ത്തിയാണ് വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. സോ 14 ഇഞ്ചിന്റെ അവിടെ നിന്നും നമ്മൾ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ വേസ്റ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്യണം. അപ്പൊ വേസ്റ്റ് മെഷർമെന്റ് 30 ഇഞ്ചാണ് വരുന്നത്. സോ അതിനെ വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 7.5 വരും. പ്ലസ് 1/2 ഇഞ്ച് ലൂസും കൂടെ മാർക്ക് ചെയ്ത് 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് ഒരു 7 ഇഞ്ച് താഴ്ത്തി ഇതേപോലെ വീണ്ടും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് ഇതാണ് നമ്മുടെ ഹിപ്പ് പോയിന്റ്. ഇവിടെ നിന്നും ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പം ഹിപ്പ് ഇത് വരച്ചതിന് ശേഷം ഇനി നമ്മൾ ഹിപ്പ് റൗണ്ട് മെഷർമെന്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ എന്റെ അളവിൽ ഹിപ്പ് റൗണ്ട് മെഷർമെന്റ് 37 ഇഞ്ചാണ്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.4 വരും. പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി ലൂസ് കൊടുത്ത് നമ്മൾ 9.25 അവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 9.25 മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ അളവ് തന്നെ, സെയിം അളവ് തന്നെ വേണം നമ്മൾ താഴെ മാർക്ക് ചെയ്യാനായിട്ട്. കാരണം ഇത് സ്ട്രെയിറ്റ് കുർത്തിയാണ്. അതിനുശേഷം ഇനി ഈ പോയിന്റ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ സീം അലവൻസ് ഇവിടെ കൊടുത്തിട്ടില്ലായിരുന്നു. സോ എല്ലാ ഭാഗത്തു നിന്നും ഒരു 1.5 ഇഞ്ച് വെച്ച് സീം അലവൻസ് കൊടുക്കുക.
അപ്പൊ സ്ലിറ്റിന്റെ പോർഷൻ എത്തുമ്പോൾ നമ്മൾ ഒരു 1.25 ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതിയാകും. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം ഇനി നമ്മളിപ്പം പുതിയതായിട്ട് വരച്ച ആ പോയിന്റും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളിതാ ഈ പോർഷൻ നോക്കിയേ, ഇവിടെ ഒരു കോർണർ പോർഷൻ ആണ് വരുന്നത്. പക്ഷെ തയ്ക്കുമ്പോൾ അവിടെ ഒരു കോർണർ വരരുത് കേട്ടോ. അതുകൊണ്ട് ഇതാ ഈ പോർഷൻ ഞാനൊന്ന് കേർവ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് ആം ഹോൾ കർവ് ആണ്. ഈ കോർണറിൽ നിന്നും 1.25 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ മിഡ് പോയിന്റ്, ആം ഹോൾ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പൊ ഇത് ബാക്ക് ആം ഹോൾ കർവ് ആണ്. ഫ്രണ്ട് ആം ഹോൾ കർവിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് ഇതേപോലെ വീണ്ടും ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ആം ഹോൾ കർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ നെക്ക് വിഡ്ത്ത് ആണ്. നെക്ക് വിഡ്ത്ത് നമ്മൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ആം ഹോൾ ലൈനിൽ നിന്നും വരച്ച് ഇതേപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഷോൾഡർ സ്ലോപ്പ് ആണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾ നോക്കിയേ, മേളിലത്തെ ഈ ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അത് ഫോൾഡഡ് ആയിട്ടാണ് കിടക്കുന്നത്. ശേഷം നമ്മൾ ബാക്ക് പീസ് എടുത്ത് മാറ്റുക. ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ബാക്ക് ആം ഹോൾ കർവ് ആണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തത്. സോ നമ്മൾ ഈ ഫ്രണ്ട് ആം ഹോൾ കർവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അടുത്തത് ഇനി നമ്മളൊരു പേപ്പർ ക്യാൻവാസ് എടുക്കുക. അപ്പൊ പേപ്പർ ക്യാൻവാസ് എടുത്ത് ഈ സൈഡ് ഫോൾഡഡ് ആണ് കേട്ടോ. ഇത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ മേളില് കയറി ഇറങ്ങിയൊക്കെ നിപ്പുണ്ട്. സോ അതൊന്ന് മാറ്റാനായിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ലൈനിന്റെ താഴെ വേണം നമ്മൾ മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട്. സോ നമുക്കറിയാം നെക്കിന്റെ വിഡ്ത്ത് നമ്മൾ ചുരിദാറിൽ കൊടുത്തത് 4 ഇഞ്ചാണ്. സോ ബോട്ട് നെക്ക് ഇതിൽ ഞാൻ 4 ഇഞ്ചാണ് എടുക്കുന്നത്. സോ ഫ്രണ്ട് നെക്ക് ലെങ്ത് ഞാൻ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ബോട്ട് നെക്ക് ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ചെടുക്കുന്നത്. സോ എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് കൊടുക്കുക. നമ്മൾ ബോക്സ് ഷേപ്പ് വരച്ചു കൊടുത്ത് അതിനുശേഷം ഈ മൂലയിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. റൗണ്ട് ഷേപ്പ് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ 1 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ നെക്ക് കട്ട് ചെയ്യാൻ എടുക്കുന്നത്. സോ 1 ഇഞ്ച് വെച്ച് ഇതേപോലെ വരച്ചു കൊടുത്ത് ആ പോയിന്റ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിനുശേഷം നമ്മൾ സ്ക്വയർ പീസിലുള്ള ഒരു ഫാബ്രിക് എടുക്കുക. അതിനുശേഷം ഈ ക്യാൻവാസിന്റെ തിളങ്ങുന്ന സൈഡ്, ഇത് തിളങ്ങുന്ന സൈഡ് ഇതിന് അഭിമുഖമായിട്ട് വെക്കുക. നമ്മുടെ ഫാബ്രിക്കിന് അഭിമുഖമായിട്ട് വെച്ച് ഇതൊന്ന് നല്ലപോലെ തേച്ചെടുക്കുക. അപ്പൊ നമ്മൾ ഇത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് വിട്ട് ഇതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് മടക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഫ്രണ്ട് പീസിന്റെ നല്ല വശമാണ്. ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്ത ആ ക്യാൻവാസ് സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ട് പീസിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെ ഇത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത് നമുക്ക് ഇത് പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്യാം കേട്ടോ. സെക്യൂർ ചെയ്തതിന് ശേഷം ഈ നെക്കിന്റെ ഈ ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ ഒരു 1/4 ഇഞ്ച് മാറ്റി, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്നും 1/4 ഇഞ്ച് മാറ്റി ഇത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് നോച്ചസ് ഇട്ട് കൊടുക്കുക. നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ചീത്ത വശത്തേക്ക്, റോങ് സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് എടുക്കുക. ഫ്ലിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസ് എടുക്കും. ബാക്ക് പീസ് നമ്മൾ ഇവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് വരച്ചു കൊടുത്തില്ലായിരുന്നു. സോ നെക്ക് വിഡ്ത്ത് നമുക്കറിയാം 4 ഇഞ്ച്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് ലെങ്ത്ത് 2 ഇഞ്ചാണ്. സോ അതൊന്ന് മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ശേഷം നമ്മൾ നെക്കിന് ഒരു കർവ് ഷേപ്പ് കൊടുക്കുക, ബോട്ട് ഷേപ്പ് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക.
ഇനി നമുക്കിത് നിവർത്തിയിടാം. നിവർത്തിയിട്ടതിന് ശേഷം ഇത് കണ്ടോ, ഞാൻ ക്രോസ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് മടക്കുക. രണ്ടായിട്ട് മടക്കി നെക്ക് ലൈനിന് ചുറ്റും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ക്രോസ് പീസ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് നല്ല വശത്താണ് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇതേപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുക. നോച്ചസ് ഇട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ റോങ് സൈഡിലോട്ട് തിരിച്ചെടുക്കണം. സോ റോങ് സൈഡിലേക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവിടെ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് റോങ് സൈഡിലോട്ട് ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇതിന്റെ എഡ്ജ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇത് ബാക്ക് പീസ് ആണ്. അതിന്റെ മുകളിൽ നമ്മൾ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. രണ്ടിലെയും നല്ല വശം അഭിമുഖമായിട്ട് വെക്കുക. എന്നിട്ട് ഇത് പ്രോപ്പറായി അലൈൻ ചെയ്തതിന് ശേഷം അതിന്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് സ്ലീവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്കിൽ സ്റ്റിച്ച് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ സ്ലീവിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഫാബ്രിക് നമ്മൾ രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കി ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം ആം ഹോളിന്റെ ഈ വരച്ച പോർഷൻ തൊട്ട് നമ്മൾ ഹിപ്പ് വരെ ഒന്ന് സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ തന്നെ അതേ സെയിം മെത്തേഡിൽ ഈ സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സ്ലിറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അതിന്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വീണ്ടും നമ്മൾ ബാക്ക് പോർഷൻ പുറകിലോട്ട് വെച്ച് സെയിം മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് സൈഡിലുള്ള സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കുക എന്നുള്ളതാണ്. ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അതിന്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ കുർത്തി വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷ്രഗ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പൊ ഈ പാർട്ടിൽ നമ്മൾ ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് കുറച്ച് കൂടി പോകും. അതുകൊണ്ട് നമ്മൾ അത് നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.